ഇവിടെ വരുന്ന മെജോറിറ്റി സ്റ്റുഡൻസിനുള്ള ഒരു പേടിയാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും. കാരണം ലോണ്, സ്റ്റഡി ലോണ്, സപ്പോസ് നിങ്ങളുടെ TRC ഡിസിഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് തരും. ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും, TRC ഇവിടെ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ള കാര്യം, ഇപ്പൊ നമ്മളിപ്പോ ബാച്ചിലേഴ്സ് ഫസ്റ്റ് ഇയറിന് വന്ന സ്റ്റുഡന്റ് പിന്നെ കിട്ടുന്ന TRC എന്ന് പറയുന്നത് ആളുടെ അക്കാഡമിക് ഇയർ തീരുന്ന വരെയുള്ളതാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്, കുറെ സ്റ്റുഡൻസ് എന്റെ അടുത്ത് വന്ന് ചോദിക്കും, അവരുടെ ഏജൻസി പറയുന്ന ഒരു കാര്യം, എന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എന്ന പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട് പോളണ്ടിന്. കൺസൾട്ടൻസിയിലാണ് പോയത്, പക്ഷെ അവർ എനിക്ക് ഡേറ്റ് എടുത്ത് തന്നില്ല. ഈ ബയോമെട്രിക്സിന്റെ ഡേറ്റ് കിട്ടുന്ന അന്ന് തന്നെ നമുക്ക് പാസ്പോർട്ടിൽ ഒരു റെഡ് സ്റ്റാമ്പ് കിട്ടും. ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക്, അല്ലാതെ വേറൊരു ഏജൻസിയിൽ നിങ്ങൾ പാതി വഴിക്ക് ക്രോസ് ആയിട്ട് എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അശ്വിനി. അപ്പൊ എന്റെ ചാനലിൽ കൂടെ നിങ്ങൾ എത്തുന്ന വീഡിയോസ് കൂടുതലും എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ളതാണ്. കാരണം ഞാൻ എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്, ഞാൻ പോളണ്ടിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഓൾമോസ്റ്റ് എന്റെ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ തീരാറായി, അതായത് ഇവിടുത്തെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് തീരാറായി. അപ്പം എന്നോട് കുറെ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലും ഞാൻ അവർക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നമ്മളിവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞ് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോവേണ്ടി വരുമോ. ഇവിടെ വരുന്ന മെജോറിറ്റി സ്റ്റുഡൻസിനുള്ള ഒരു പേടിയാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കഴിയുമ്പോൾ തിരിച്ചു പോവേണ്ടി വരുമോ. കാരണം ലോണ്, സ്റ്റഡി ലോണ്, ഗോൾഡ് ലോൺ, അങ്ങനെ പലതരത്തിലുള്ള കുറെ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. സോ പേടി സ്വാഭാവികമാണ്. ഈ പറയുന്ന എനിക്കും ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്ന് ഇതിന് അപ്ലൈ ചെയ്യുമ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ആ പേടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും, TRC ഇവിടെ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റുഡൻസിന് നമ്മൾ ഈ വന്ന ഉടനെ തന്നെ TRC എന്ന് പറഞ്ഞ് നമ്മളൊരു ടെൻഷൻ അടിക്കിയ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വർഷത്തെ വിസയാണ് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. സോ ഇവിടെ വന്നൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ TRC അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഡ്വക്കേറ്റ് വിയ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സീനിയേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ അന്വേഷിച്ച് അങ്ങനെയുള്ള ലോയേഴ്സിനെ കണ്ടുപിടിച്ച് ഒരു ലോയർ വിയ തന്നെ ചെയ്യാൻ നോക്കുക. സെൽഫായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നല്ല, എങ്കിലും ഒരു ലോയർ വഴി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ പറയാനുള്ള കാര്യം, ഇപ്പൊ നമ്മളിപ്പോ ബാച്ചിലേഴ്സ് ഫസ്റ്റ് ഇയറിന് വന്ന സ്റ്റുഡന്റ് 6 മാസം കഴിഞ്ഞ് TRCക്ക് വയ്ക്കുമ്പോൾ പിന്നെ കിട്ടുന്ന TRC എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 വർഷത്തേക്കാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പോളണ്ടില് VFS ഡേറ്റ് കിട്ടാൻ പാടാണ്. എന്നിട്ടും ഈ സെയിം ബഡ്ജറ്റിൽ വരാൻ പറ്റുന്ന ലാത്വിയയും ലിത്വാനിയയും പോലെ തന്നെ പോളണ്ട് തന്നെ വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരാണ്. സോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ടും സ്റ്റുഡൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് സൈഡും പോളണ്ടിന് ഉള്ളത് കൊണ്ടാണ്. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോ ഒരു വർക്കിന് കയറി കഴിഞ്ഞാൽ, അതിപ്പോ KFC, മെക്ഡൊണാൾഡ്സ്, അങ്ങനെ ഏത് കമ്പനിയിൽ വർക്കിന് കയറിയാലും അവർ നമുക്ക് വർക്ക് പെർമിറ്റ് തരും. ഇത് വേറെ കൺട്രിയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും സ്റ്റുഡൻസ് ജോലി കയറി കഴിഞ്ഞാൽ, അതിപ്പോ KFCക്ക് ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലായാലും, മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, അങ്ങനെ എവിടെ ആയിരുന്നാലും നമ്മളൊരു നിശ്ചിത പീരീഡ് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മളൊരു നല്ല വർക്കർ ആണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് വർക്ക് പെർമിറ്റ് തരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺട്രിയിലും വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പോളണ്ടിന്റെ സെയിം ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വരാൻ പറ്റുന്ന ലാറ്റ്വിയെ കാട്ടിയോ, ലിത്വാനിയെ കാട്ടിയോ, സ്ലോവാക്യ, അങ്ങനെയുള്ള കൺട്രീസിൽ ഏതിനെ കാട്ടിയും പോളണ്ട് വർക്ക് പെർമിറ്റ് കിട്ടുന്ന കാര്യത്തിൽ ബെറ്റർ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, ഒരു സ്റ്റുഡന്റ് ഇപ്പം ബാച്ചിലേഴ്സിന് വരെയാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറിന് വന്ന ഒരു സ്റ്റുഡന്റ് TRCക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന TRCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന TRC എന്ന് പറയുന്നത് ആളുടെ അക്കാഡമിക് ഇയർ തീരുന്ന വരെയുള്ള സമയമാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റേ ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടുത്തെ സ്റ്റേ ബാക്ക് 9 months to 12 months വരെയാണ്. മെജോറിറ്റി സ്റ്റുഡൻസിനും ഇവിടെ സ്റ്റേ ബാക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും MNCയിലോ അങ്ങനെയൊക്കെ ജോബ് കിട്ടുന്നുണ്ട്. പോളണ്ട് എന്ന് പറയുന്നത് അന്വേഷിച്ചാൽ, ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നല്ല രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു ജോലി കിട്ടാവുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പലരും ഇതിന് പല രീതിയിൽ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്, പോളണ്ടിൽ വന്നാൽ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു സ്റ്റുഡന്റ് നന്നായിട്ട് ആ ഒരു കറക്റ്റ് വേയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ജോലി കിട്ടാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് പോളണ്ട്. പോസിറ്റീവ് കാര്യങ്ങൾ എന്ന പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട് പോളണ്ടിന്. അല്ലെ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യം VFS ഡേറ്റ് കിട്ടാനുള്ള പാട് എന്നുള്ളത് തന്നെയാണ്. കാരണം പലർക്കും അറിയായിരിക്കും, പോളണ്ട് എന്ന് കേൾക്കുമ്പോഴേ VFS ഡേറ്റ് കിട്ടാനുള്ള പാട് വളരെ കൂടുതലാണ്. പലരും നല്ല മെജോറിറ്റി നമ്മൾ തേർഡ് പാർട്ടി വഴി നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് VFS ഡേറ്റ് എടുക്കുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, കുറെ പേരൊക്കെ ചോദിക്കുന്നതാണ്, ഞാൻ ഈ കൺസൾട്ടൻസിയിലാണ് പോയത് പക്ഷെ അവരെനിക്ക് ഡേറ്റ് എടുത്ത് തന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇൻടേക്ക് ഡിഫർ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഒരു ഏജൻസിയുടെ കൺസൾട്ടൻസിയുടെ കയ്യിലുള്ള കാര്യമല്ല ഈ VFSൽ നമുക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം അതൊരു പ്യൂർലി ഇവിടുത്തെ ഒരു എംബസി അല്ലെങ്കിൽ പോളണ്ട് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ ഒരു സെക്കൻഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്ന് നമ്മൾ TRC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്ന സമയം എന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 7 to 8 മാസം. അത് ഈ സിറ്റീസ് മാറുന്ന കണക്ക് വേരി ചെയ്യും. പക്ഷെ മിനിമം ഇപ്പൊ ഒരു 7 to 8 മാസം എടുക്കുന്നുണ്ട്. ബയോമെട്രിക്സ് എന്നുള്ള ആ പ്രോസസ്സിന് ഡേറ്റ് കിട്ടാനുള്ള പാടുണ്ട്. പിന്നെ പറയാനുള്ളത് TRC നമ്മള് പ്രോസസ്സിന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പാണ്. ഈ ബയോമെട്രിക്സിന്റെ ഡേറ്റ് കിട്ടുന്ന അന്ന് തന്നെ നമുക്ക് പാസ്പോർട്ടിൽ ഒരു റെഡ് സ്റ്റാമ്പ് കിട്ടും. അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന്റെ ഡിസിഷൻ വരുന്നത് വരെ പോളണ്ട് എന്നുള്ള ടെറിട്ടറിക്ക് അകത്ത് നിൽക്കാൻ നമ്മൾ എലിജിബിൾ ആണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് വിസ ഒരു December 31 എക്സ്പയർ ആവുകയാണ് ഒരു സ്റ്റുഡന്റിന്റെ വിസ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ സ്റ്റുഡന്റ് ബയോമെട്രിക്സ് കഴിഞ്ഞ് ഈ സ്റ്റുഡന്റിന്റെ പാസ്പോർട്ടിൽ റെഡ് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ പോളണ്ടിൽ നിൽക്കുന്നത് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റുഡൻസിന് പൊതുവെ അങ്ങനെ TRC ഡിസിഷൻ നെഗറ്റീവ് ആവാറില്ല. സപ്പോസ് നിങ്ങളുടെ TRC ഡിസിഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. കാരണം അവർ പറയുന്ന അഡീഷണൽ ഡോക്യുമെന്റോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യമോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ പോസിറ്റീവ് ആയിക്കോളും. അപ്പൊ നമുക്കൊരു അഡ്വക്കേറ്റും കാര്യങ്ങളും വേയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ നമുക്കിപ്പോ ഒരു ഡിസിഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഒന്നിലേ നമ്മൾ അഡ്വക്കേറ്റ് വഴി അറിയും. അഡ്വക്കേറ്റ് വഴി അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതിന്റെ പേപ്പർ അല്ലെങ്കിൽ പോസ്റ്റ് വരും. സോ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അറിയാൻ പറ്റും. അതൊന്നും ആരും പാനിക്കാവേണ്ട കാര്യമില്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്, കുറെ സ്റ്റുഡൻസ് എന്റെ അടുത്ത് വന്ന് ചോദിക്കും, അവരുടെ ഏജൻസി പറയുന്ന ഒരു കാര്യം എന്റെ അടുത്ത് വന്ന് അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവരുടെ ആ ഒരു ഡോക്യുമെന്റേഷൻ അത് അങ്ങനെയാണോ അതിങ്ങനെയാണോ എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് ചോദിക്കാറുള്ളത്, നിങ്ങൾ അങ്ങനെ അത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ഏജൻസിയിൽ അപ്രോച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും? കാരണം നിങ്ങൾക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിസ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസിയെ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്കൊരു ഓഫീസ് ഉണ്ടാകുന്ന നോക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ എബ്രോഡ് വിട്ട പ്രീവിയസ് സ്റ്റുഡൻസ്, ഇപ്പൊ പോളണ്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അവർ പോളണ്ടിലേക്ക് വിട്ട ഒരു പ്രീവിയസ് സ്റ്റുഡന്റിന്റെ കോൺടാക്ട് മേടിച്ച് അന്വേഷിക്കുക. അത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്, ഒരു ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ കുറെ പേര് എന്റെ അടുത്ത് പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ സർവീസ് ഒന്നും ചെയ്യുന്നില്ല. സത്യമായിട്ട് കാര്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല. കാരണം ഞാനും ഒരു ഏജൻസി വിയ തന്നെയാണ് ചെയ്തത്. അങ്ങനെ എന്റെ ഫ്രണ്ട്സിലും ഇവിടെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഞാൻ ആരുടെയും കോൺടാക്ട് ഷെയർ ചെയ്യോ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യോ ചെയ്യുന്നില്ല. സോ നിങ്ങൾ ആരെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, ഇപ്പൊ ഒരുപാട് പേര് എന്റെ അടുത്ത് സ്റ്റുഡൻസ് എന്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ വന്ന ഏജൻസി സജസ്റ്റ് ചെയ്യാമെന്ന്. ഓഫ് കോഴ്സ് അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ വേറൊരു ഏജൻസിയിൽ നിങ്ങൾ പാതി വഴിക്ക് ക്രോസ് ആയിട്ട് എന്നിട്ട് എന്റെ അടുത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്താണ് പ്രോസസ് എന്ന്. കാരണം ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഏജൻസി തന്നെ വന്നവരാണ്. അപ്പൊ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസിയിൽ നിങ്ങൾ ട്രസ്റ്റബിൾ ആയിരിക്കുക. അതനുസരിച്ച് ഏജൻസി ചൂസ് ചെയ്യുക. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത്. സോ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.